സർ ടി മാധവറാവുവും ആയില്യം തിരുനാളും തമ്മിൽ ഒരു നിർവചനാതീതമായ ഒരു ബന്ധം ഉണ്ടായിരുന്നു, ഗുരുശിഷ്യ ബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആയില്യം തിരുനാളിന് ഒരു 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 എന്താണ് ഉസൂർ കച്ചേരി തുടങ്ങേണ്ട ആവശ്യത്തെപ്പറ്റി അനായാസമായി ആയില്യം തിരുനാളിനെ ബോധ്യപ്പെടുത്തുന്നതിന് സർ ടി മാധവറാവുവിന് കഴിഞ്ഞു. അതിൻ്റെ പ്രാരംഭമായിട്ട് ഒരു മരാമത്ത് ഡിപ്പാർട്ട്മെൻറ്റ് തിരുവിതാംകൂറിൽ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ആ മരാമത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ബാർട്ടൺ വില്യം ബാർട്ടൺ എന്ന് പറയുന്ന ഒരു എൻജിനീയർ, ഇംഗ്ലീഷുകാരനാണ്. അദ്ദേഹം നിയമിതനാവുന്നു. അദ്ദേഹവും രാജാവുമായിട്ട് നല്ല ഒരു സൗഹൃദമായിരുന്നു. അതോടുകൂടി മരാമത്ത് വകുപ്പിന് ആവശ്യമായ പണം മാറ്റിവെക്കുന്നതിന് അന്ന് പ്രയാസമുണ്ടായില്ല. ആ പണം ഉപയോഗിച്ച് ആദ്യമുണ്ടായ നിർമ്മിതിയാണ് നാം ഇന്ന് കാണുന്ന ജനറൽ ഹോസ്പിറ്റൽ. ചെറിയ കെട്ടിടമാണ്, പക്ഷേ ഒരു വാസ്തുശില്പിയുടെ സാന്നിധ്യം, നിറസാന്നിധ്യം നമുക്ക് ഈ ജനറൽ ഹോസ്പിറ്റൽ കെട്ടിടത്തിൽ കാണാൻ സാധിക്കും. ഒന്നും വേണ്ട, ആ പ്രധാന കെട്ടിടത്തിൻ്റെ വരാന്തയൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ആ വരാന്തയിൽ മുകൾ ഭാഗത്തൊരു സ്ക്രീനുണ്ട്. അതായത് തൂവാനം മഴ പെയ്യുമ്പോൾ, പെശറൻ കാറ്റ് വരുമ്പോൾ അത് ആശുപത്രിയിലെ മുറികളിലേക്ക് കയറാതിരിക്കാനായിട്ട് ആണ് അവിടെ തടി കൊണ്ടുള്ള ഒരു സ്ക്രീൻ വെച്ചത്. അത് ബാർട്ടൻ്റെ ഒരു നിർമ്മാണ കൗശലമായിരുന്നു എന്ന് എടുത്തു പറയട്ടെ. ബാർട്ടൻ്റെ രണ്ടാമത്തെ നിർമ്മിതിയായിരുന്നു നാം ഇന്ന് കാണുന്ന ഇന്നത്തെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്. അന്നത്തെ പേര് ഹുസൂർ കച്ചേരി അല്ലെങ്കിൽ ഹജൂർ കച്ചേരി എന്നൊക്കെ പറയും. ഈ ഹജൂർ കച്ചേരി വരുന്നു. ആ ഹജൂർ കച്ചേരിയുടെ 1865 ജനറൽ ഹോസ്പിറ്റൽ പണിയുന്നത്. 1865 തന്നെ ഹജൂർ കച്ചേരിയുടെ നിർമ്മാണത്തിന് തറക്കല്ലിട്ടു. ഒരു 3 വർഷവും 8 മാസങ്ങളും കൊണ്ടാണ് അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഹജൂർ കച്ചേരിയുടെ അതിൻ്റെ നിർമ്മാണത്തെപ്പറ്റി അല്ലെങ്കിൽ അതിൻ്റെ ആർക്കിടെക്ചറൽ സ്റ്റൈലിനെ പറ്റി പറഞ്ഞാൽ പലേഡിയൻ സ്റ്റൈൽ എന്നാണ് യൂറോപ്യൻ ആർക്കിടെക്ട്സ് അതിനെ വിശേഷിപ്പിക്കുന്നത്. അതായത് ഗ്രീക്കോ റോമൻ സ്റ്റൈലിൻ്റെ ഒരു അനുകരണം, അതായത് ഗോത്തിക് ശൈലിയുടെ ഒരു അനുകരണം. ഗോത്തിക് ശൈലി എന്ന് പറയുമ്പോൾ അത് ഒരു കാലത്ത് യൂറോപ്പിൽ വളരെ പ്രചാരമുണ്ടായിരുന്ന ഒരു വാസ്തുശില്പ നിർമ്മാണ സമ്പ്രദായമാണ്. അതിന് ഒരു റിവൈവൽ ഉണ്ടാകുന്നു. അത് ആൻട്രിയ പലേഡിയൻ എന്ന് പറയുന്ന വാസ്തുശില്പിയാണ് ആ റിവൈവൽ ഉണ്ടാക്കുന്നത്. ആ പലേഡിയൻ്റെ റിവൈവലിൻ്റെ ഉണ്ടാക്കിയതിൽ പല മന്ദിരങ്ങളും പിന്നെ യൂറോപ്പിലുണ്ടായി, ഇംഗ്ലണ്ടിലുണ്ടായി, ഇന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിലും അതിന് ചില അനുകരണങ്ങൾ ഉണ്ടായി. ആ അനുകരണങ്ങളെ എല്ലാം പഠിച്ച ശേഷമാണ് ഈ പറയുന്ന ബാർട്ടൺ ഹുസൂർ കച്ചേരിയുടെ ഡിസൈൻ കൊടുത്തത്. അതിലേറ്റവും മനോഹരമായ ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ ദർബാർ ഹാളാണ്. അതുപോലെ തന്നെ അതിൻ്റെ വരാന്തകളാണ്. ആ വരാന്തകളിലെ നല്ല ഉയരമുള്ള തൂണുകളാണ്. ആ തൂണുകൾ പലേഡിയൻ ശൈലിയുടെ ഒരു മികച്ച മാതൃകകൾ തന്നെ ആണ്. അതുപോലെ അതിന് ചില ത്രികോണാകൃതിയിലുള്ള ചില മുഖപ്പുകൾ ഉണ്ട്. ആ കോൺക്രീറ്റ് മുഖപ്പുകളാണ്. അതും ഈ സെക്രട്ടേറിയറ്റിൻ്റെ ആകർഷണീയതകളിൽ ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് ഈ കെട്ടിടം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ അതിന് ഒരുപാട് വിമർശനം വന്നു. ആ വിമർശനം വന്നതിൽ ഏറ്റവും പ്രധാനമായ വിമർശനം അതിൻ്റെ ക്ലോക്ക് ടവറിനെ പറ്റിയായിരുന്നു. ആ ക്ലോക്ക് ടവറിന് കുറച്ചുകൂടി ഉയരം വേണ്ടതായിരുന്നു. അതായത് കുറുകിയ കഴുത്തിൽ നിൽക്കുന്ന ഒരു ശിരസ് എന്നാണ് അതിനെ പരിഹസിച്ചുകൊണ്ട് അക്കാലത്ത് അജ്ഞാതനായ ഒരാൾ വിമർശിച്ചത്. അപ്പോൾ അത് പിന്നെ ഈ പറഞ്ഞതുപോലെ അക്കാലത്ത് ഒരു ചർച്ചയ്ക്ക് വിധേയമായി. അത് രാജാവ് ശ്രദ്ധിച്ചു, രാമവർമ്മ ശ്രദ്ധിച്ചു. ഇതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായി. നമുക്കറിയാം, കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനുമായിട്ട് പിണങ്ങുന്നു, കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനെ അറസ്റ്റ് ചെയ്യുന്നു, കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനെ ആയില്യം തിരുനാൾ നാടുകടത്തുന്നു. അത് ഒരു വശത്തു കൂടി അദ്ദേഹം സർ ടി മാധവറാവുമായിട്ട് പിണങ്ങുന്നു. പകരം അദ്ദേഹം മറ്റൊരാളിനെ ദിവാനായിട്ട് നിയമിക്കുന്നു. അവിടെ ആ ദിവാനുമായിട്ടും പിണങ്ങുന്നു. അങ്ങനെ
പല പല സംഭവങ്ങൾ നടക്കുകയാണ്. ഈ വേളയിലാണ് അദ്ദേഹം നേപ്പിയർ മ്യൂസിയം നിർമ്മിക്കാനുള്ള തീരുമാനം, അദ്ദേഹം സുപ്രധാനമായ തീരുമാനം എടുക്കുന്നത്. ആ സമയത്ത് അദ്ദേഹം രാമവർമ്മ തീരുമാനിച്ചു, ഇതിനകത്ത് ഈ നേറ്റീവ്, അതായത് പ്രാദേശിക ശൈലിക്ക് അർഹമായ പ്രാധാന്യം കൊടുക്കണം. അങ്ങനെ നേപ്പിയർ മ്യൂസിയം എന്ന് പറയുന്നത് ആർക്കിടെക്ചറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എക്ലക്റ്റിക്, അത് എക്ലക്റ്റിക് ശൈലിയാണ്. അതായത് അതിനകത്ത് യൂറോപ്യൻ ശൈലിയുടെ ഘടകങ്ങളുമുണ്ട്, നാട്ടുശൈലിയുടെ ഘടകങ്ങളുമുണ്ട്. നാട്ടുശൈലിയുടെയും യൂറോപ്യൻ ശൈലിയുടെയും ഒരു അപൂർവ ചേരുവ എന്ന് വേണമെങ്കിൽ നമുക്ക് നേപ്പിയർ മ്യൂസിയത്തെ വിശേഷിപ്പിക്കാം. നേപ്പിയർ മ്യൂസിയത്തിൻ്റെ തയ്യാറാക്കിയത് റോബർട്ട് ചിഷോം എന്ന് പറയുന്ന ഒരു ആർക്കിടെക്റ്റാണ്. അന്ന് ഈ ആർക്കിടെക്റ്റ് എന്നുള്ള പദം തന്നെ ഇല്ല. മദ്രാസിലെ സ്കൂൾ ഓഫ് ആർട്സിൻ്റെ പ്രിൻസിപ്പലാണ് ഞാൻ നേരത്തെ പറഞ്ഞ റോബർട്ട് ചിഷോം. ആ സ്കൂൾ ഓഫ് സ്കൂൾ ഓഫ് ആർട്ടിൻ്റെ പ്രിൻസിപ്പലായിട്ടുള്ള ചിഷോം തിരുവനന്തപുരത്ത് വരികയും തിരുവനന്തപുരത്തെ കെട്ടിടങ്ങളൊക്കെ കാണുകയും ഒക്കെ ചെയ്തുവെങ്കിലും അദ്ദേഹത്തെ ഏറ്റവും അധികം ആകർഷിച്ചത് പത്മനാഭപുരം കൊട്ടാരമാണ്. അങ്ങനെ പത്മനാഭപുരം കൊട്ടാരത്തിൽ വളരെ അദ്ദേഹം ആകൃഷ്ടനാകുന്നു. പ്രത്യേകിച്ച് പത്മനാഭപുരം കൊട്ടാരത്തിലെ വടക്കേ തെരുവ്, ആ വടക്കേ തെരുവിലെ ആ നോർത്ത് വിങ്ങിലെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന വിൻഡോ, അതായത് അമ്പാരി മുഖപ്പ്, അദ്ദേഹം ഒരു മോട്ടിഫായിട്ട് എടുക്കുകയും അമ്പാരി മുഖപ്പുകൾ ഈ നേപ്പിയർ മ്യൂസിയത്തിന് വേണം എന്ന് തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെയാണ് നേപ്പിയർ മദ്രാസ് ഗവർണറാണ്, അദ്ദേഹത്തിനെ ബഹുമാനിക്കാൻ അദ്ദേഹമാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെ നേപ്പിയറിനെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ആർട്ട് മ്യൂസിയം എന്നാണ് ഇപ്പോൾ കുറേ കൂടി പോപ്പുലറായിട്ടുള്ള പേര്. ഈ നേപ്പിയർ മ്യൂസിയത്തിൻ്റെ നിർമ്മിതിയിൽ ഈ പറയുന്ന അമ്പാരി മുഖപ്പുകൾ വരികയാണ്. അമ്പാരി മുഖപ്പുകളാണ് നേപ്പിയർ മ്യൂസിയത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണീയത. എന്നോട് തിരുവനന്തപുരത്തെ ഏറ്റവും മനോഹരമായ മന്ദിരം ഏതാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന സുചിന്തിതമായ ഉത്തരം നേപ്പിയർ മ്യൂസിയം എന്ന് തന്നെ ആയിരിക്കും. നിർഭാഗ്യവശാൽ നമുക്ക് നേപ്പിയർ മ്യൂസിയം പോലെ എടുത്തു പറയത്തക്ക മറ്റ് അനേക മന്ദിരങ്ങൾ ഇല്ലാതെ പോയി. ടാഗോർ തിയേറ്ററൊക്കെ കാണുമ്പോൾ വലിയ വിഷമം തോന്നും. ഒരു ഭംഗിയുമില്ല, ഒരു കോൺക്രീറ്റ് മോൺസ്റ്റർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അതുപോലെ തന്നെ ഒബ്സർവേറ്ററി കെട്ടിടം, പഴയ ഒബ്സർവേറ്ററി കെട്ടിടം സ്വാതി തിരുനാൾ പണിയിച്ചത് നമുക്ക് കാണാം. പുതിയ കാലത്തെ കെട്ടിടം നമുക്ക് അവിടെ തന്നെ കാണാം. രണ്ടും തമ്മിൽ നോക്കുമ്പോൾ ഒന്ന് പട്ടുനൂല്, മറ്റേത് വാഴനാര്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ വളരെ ഒട്ടും ഭംഗിയില്ലാത്ത ഒരു കെട്ടിടമാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കെട്ടിടം. അതൊക്കെ തന്നെ ഈ ഡ്രോയിങ് റൂമിലിരുന്ന് ഡിസൈൻ വരച്ച് ഉണ്ടാക്കുന്ന നിർമ്മിതികൾ ആണ്. എന്നാൽ പഴയ കാലത്തെ എൻജിനീയർമാർ, ശില്പികൾ, വാസ്തുശില്പികൾ എത്ര ക്ലേശമെടുത്തിട്ടാണ് ഒരു പുതിയ മന്ദിരം നിർമ്മിച്ചിരുന്നത് എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ തൊഴുതു പോകും. ആ നേപ്പിയർ മ്യൂസിയത്തിൻ്റെ ഭംഗി കാണാനായിട്ട് ഞാൻ എല്ലാവരെയും വീണ്ടും ക്ഷണിക്കുന്നു.